രാമേട്ടനും അബ്ദ്വാക്കയും വളരെ സന്തോഷത്തോടെ മുമ്പ് പഠിച്ച സ്ഥാപനത്തിന് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകാം. അപ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി തൊട്ടടുത്ത ക്യാൻറ്റീനിലെ നാടൻ ഭക്ഷണശാലയിൽ കയറിയിട്ട് ഒരു കപ്പയും മീൻകറിയും കഴിക്കാമെന്ന് തീരുമാനിച്ചു. നൊസ്റ്റാൾജിയൊക്കെ അങ്ങനെ ഇറക്കി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന വേളയിൽ പെട്ടെന്നാണ് രാമേട്ടന് അതിശക്തമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടാൻ തുടങ്ങിയത്. അബ്ദ്വാക്ക രാമേട്ടനെടുത്ത് തൊട്ടടുത്തൊരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എൻ്റെ കൂട്ടുകാരൻ നെഞ്ച് വേദനിച്ചിട്ട് വയ്യ ഡോക്ടറെ, എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ട്രോളിയിലൊക്കെ കയറ്റി ECG റൂമിലേക്ക് കൊണ്ടുപോയി. ECG എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, രാമേട്ടൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല, ECG ഒക്കെ നോർമലാണെന്ന് പറഞ്ഞു. ഏതാണ്ടൊക്കെ ഒരാശ്വാസമായി. ചെറിയൊരു ഇഞ്ചക്ഷനും ഒരു ആൻറ്റാസിഡും കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം രാമേട്ടൻ്റെ വേദന ഏതാണ്ടൊക്കെ ശമിച്ചു. കാരണം ഈ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഈ അസ്വസ്ഥത അല്ലെങ്കിൽ നെഞ്ചുവേദന അത് ചിലപ്പം ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ടും വരാം, ചിലപ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെയും വരാം. ഞാൻ പറഞ്ഞു നെഞ്ചരിച്ചിൽ, നമ്മളിപ്പോൾ ഒരു ആസിഡിറ്റി കൂടുന്ന ഭക്ഷണം കഴിച്ചാൽ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക, അതിൻ്റെ കൂടെ വായയിൽ വല്ലാത്തൊരു രുചി വ്യത്യാസം അനുഭവപ്പെടുക, പുളിച്ച് തീറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക, വയറിലും ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുക. ഇത് മിക്കവാറും ഗാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് എന്ന് പറയും. ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വഷളാകുന്നത് ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കുനിഞ്ഞുമായിരിക്കും, ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും. ഇതിനായി നിങ്ങളൊരു പ്രതിവിധി ഉപയോഗിച്ചു, ഒരു ആൻറ്റാസിഡ് കഴിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് കുറയുന്നില്ല, അതൊന്നുകിൽ നിങ്ങളുടെ താടിയെല്ലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലേക്കൊക്കെ വ്യാപിക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എമർജൻസി സർവീസ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കേണ്ട. ചിലപ്പം അത് ഹൃദയാഘാതം കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നെഞ്ചിൽ അനുഭവപ്പെടുന്നൊരു അസ്വസ്ഥതയ്ക്ക് കാരണം നെഞ്ചിനുള്ളിൽ എന്തെങ്കിലും അണുബാധയായിരിക്കാം, ശ്വാസകോശത്തിൽ അണുബാധയായിരിക്കാം. ഇത്തരം ആൾക്കാർക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചുമ ഉണ്ടാവും, പ്രത്യേകിച്ച് മഞ്ഞ അല്ലെ പച്ച കളറിലുള്ള കഫത്തോട് കൂടിയ ചുമ, ശ്വാസം മുട്ടൽ, പിന്നെ ശരീരത്തിൽ നല്ല പനി അനുഭവപ്പെടുക, നല്ല ശക്തമായിട്ട് തലവേദന, ക്ഷീണം തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചെസ്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നെഞ്ചിൽ വല്ലാത്തൊരു ഞെരുങ്ങുന്ന വേദന, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം, ചിലപ്പം ഈ നെഞ്ചുവേദന ഒരു ഉത്കണ്ഠ കൊണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങളുടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ഈ ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്തൊരു തലകറക്കം പോലത്തൊരവസ്ഥ, ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലത്തൊരവസ്ഥകളൊക്കെ അതിൻ്റെ കൂടെയും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത്തരം ഘട്ടത്തിലൊക്കെ ഒരു ECG ഒക്കെ അല്ലെങ്കിൽ മറ്റ് ഹൃദയത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് റിസൾട്ട് കാണിക്കും. പക്ഷേ ഈ വേദന കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും വലിയ മൂത്ത ഹൃദയാഘാതം എന്ന് വിചാരിക്കും. എന്തെങ്കിലും ചില ബ്രീത്തിങ് ടെക്നിക്കുകൾ, ചില മെഡിസിൻസ്, ചിലപ്പോൾ ചില മെഡിറ്റേഷൻസുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ആങ്സൈറ്റി മൂലമുള്ള ഈ ചെസ്റ്റ് പെയിൻ നമുക്ക് റിലീവ് ചെയ്യാവുന്നതാണ്. ഇനി ചിലപ്പം വ്യായാമം ചെയ്തതിന് ശേഷം, ചിലപ്പോൾ എന്തെങ്കിലും വെയിറ്റൊക്കെ എടുത്തതിന് ശേഷം, ചിലപ്പോൾ ഷോപ്പിങ്ങിന് ശേഷമൊക്കെ നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും പരിക്കോ ഉളുക്കോ ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടായിരിക്കും. മസിൽ പെയിനുകളായിരിക്കും അത്, മയാൾജിയ എന്ന് പറയും. നിങ്ങളുടെ പേശികളുടെയും ടെൻഡനുകളുടെയും ഒക്കെ ആയാസവുമായിട്ടാണ് അതിന് ബന്ധപ്പെട്ടിരിക്കുക. ആ വേദനയും ചിലപ്പം നമുക്ക് ഹൃദയാഘാതം വരുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെ കഴുത്തിലേക്കും കൈയിലേക്കൊക്കെ വ്യാപിക്കുന്ന രീതിയിലാവാൻ സാധ്യതയുണ്ട്. ചിലപ്പം വാരിയലിൻ്റെ വീക്കം അല്ലെങ്കിൽ ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് എന്ന് പറയും പോലുള്ള വേദനയ്ക്കാണെങ്കിൽ നമുക്ക് അവിടെ തൊടുമ്പോഴേക്ക് തന്നെ വല്ലാത്തൊരു വേദന ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ നെഞ്ചുവേദന വരാൻ നോക്കാം. നമുക്ക് അഞ്ചൈന എന്ന് പറയും. നമുക്ക് ഹൃദയാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന് ചുറ്റുമുള്ള കൊറോണറി ആർട്ടറിയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിലൂടെ രക്തത്തിൻ്റെ സപ്ലൈ കുറയുകയും എന്നിട്ട് അവിടെ ഒരു ഇഞ്ചുറി, ഹൃദയത്തിലെ രക്തോട്ടത്തിൻ്റെ കുറവ് വരികയും അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ചിലപ്പം ഇതേ സംഭവം ചിലപ്പോൾ കുറച്ച് നടന്നൊക്കെ കിതപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവർക്ക് ഈ രക്തോട്ടത്തിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ വരും, പെട്ടെന്ന് തന്നെ റിക്കവറി ആവുകയും ചെയ്യും. അത്തരം ഒരു സാഹചര്യത്തെയാണ് അഞ്ചൈന എന്ന് പറയുന്നത്. ഈ ഒരു വേദനയും കൈകളിലേക്കും നമ്മുടെ താടിയെല്ലിലേക്കും പല്ലിലേക്കൊക്കെ വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയായിരിക്കും. നെഞ്ചിൽ ആ ഒരു സമയത്ത് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ഞെരുക്കം
ഒരു ഭാരം ഏറ്റി വെച്ച പോലത്തെ ഒരു അവസ്ഥയൊക്കെ ഫീൽ ചെയ്യും. ഈ ഒരു സമയത്തും ശക്തമായിട്ടുള്ള ക്ഷീണം, ഒരു വല്ലാത്തൊരു കിതപ്പ്, നന്നായിട്ട് വിയർപ്പ്, ശ്വാസം മുട്ടൽ തുടങ്ങിയവയൊക്കെ ഈ ഒരു അഞ്ജൈന എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഹൃദയാഘാതത്തിന് മുമ്പുള്ളൊരു സ്റ്റേജ് കൂടിയാണ്. പക്ഷേ ഈ അഞ്ജൈനേൻ്റെ വേദന കുറേ നേരത്തേക്ക് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ റിലീവ് ആവും. ഇനി റിലീവായി കഴിഞ്ഞാലും ഇവർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അവരിൽ എവിടെ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട്, എന്തൊക്കെ നടപടികൾ എടുക്കണോ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അഞ്ജൈന ചിലപ്പോൾ ഒരു അറ്റാക്ക് ആയിട്ടായിരിക്കാം വരുന്നത്. ഈ അഞ്ജൈന ചിലപ്പോൾ ഈ നമ്മൾ പറയാറുണ്ടല്ലോ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സ്, ഓർബിട്രേറ്റ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ നാവിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അഞ്ജൈന വരികയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അത് അപ്പം തന്നെ റിലീവ് ആവും. പക്ഷേ അത്തരം ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഫർദർ ടെസ്റ്റുകൾ ചെയ്തിട്ട് മറ്റൊരു ഹൃദയാഘാതം വരുന്നൊരു സാഹചര്യം അവോയ്ഡ് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മയോകാർഡിറ്റിസ് അല്ലെങ്കിൽ പെരികാർഡിറ്റിസ്. മയോകാർഡിറ്റിസ് എന്ന് പറഞ്ഞാൽ ചില വൈറൽ രോഗങ്ങൾ കൊണ്ട് അത് ഹൃദയത്തിലേക്ക് അണുബാധ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. പെരികാർഡിറ്റിസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അണുബാധ പോലെ വന്നിട്ട് ശക്തമായിട്ടുള്ള നെഞ്ചുവേദനയൊക്കെ ഇടതുവശത്തേക്ക് ഫീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഈ മയോകാർഡിറ്റിസും പെരികാർഡിറ്റിസും വരുന്ന സമയത്തും ശക്തമായിട്ടുള്ള പനി, ചുമ, ശ്വാസം മുട്ടൽ, കിതപ്പ്, ഇതുപോലുള്ള ഒരു വൈറൽ ഫീവറിലൊക്കെ മൂർജിച്ചാൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇതിലും കാണും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.